ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 22 വെള്ളി. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യമാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിനകത്ത് ഒരു മാജിക് ഉണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാജിക് ഉണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്താ പ്രധാനപ്പെട്ട സങ്കടങ്ങൾ? തീർച്ചയായിട്ടും മെറ്റീരിയൽ സങ്കടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തത്, മറ്റുള്ളവര് മുൻവിധിയോടെ നമ്മളെ നോക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ അങ്ങ് ജഡ്ജ് ചെയ്യുകയാണ്. പ്രജുഡീസ് മൈൻഡോടുകൂടി നമ്മളെ ജഡ്ജ് ചെയ്യുന്നു. ഈ കക്ഷി ഇങ്ങനെയാണ്, ഈ കക്ഷി ഇങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കങ്ങ് സങ്കടം വരികയാണ്. അപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സങ്കടമാണ് മറ്റുള്ളവർ നമ്മളെ അങ്ങ് വിധിച്ചു കളയുന്നു. അതൊരു സങ്കടമല്ലേ? പിന്നെ വേറൊരു സങ്കടമാണ്, നമ്മൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ കാര്യങ്ങളുടെ മേൽ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. ചിലപ്പോൾ നമ്മളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ നേരെ നീയല്ലേ അത് ചെയ്തേ, നീ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന കുറ്റാരോപണം നമ്മുടെ നേരെ നടത്തുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? നമ്മളെ ഇങ്ങനെ മുൻവിധിയോടെ നമ്മളെ വിധിക്കുന്നു, നമ്മൾ ചെയ്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു നമ്മുടെ ഒരു സങ്കടമാണ്, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ, ചിലപ്പോൾ ഒരു നേരത്തെ ഒരു ഇടർച്ച കൊണ്ടോ പറ്റിപ്പോയൊരു തെറ്റാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അവർ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നവരല്ലേ, അവരൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, എന്നോടൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ മുറിവുണ്ട്. നമ്മുടെ ഒരു ഇത്തിരി പോകുന്ന ഒരു തെറ്റിനെ, ചിലപ്പോൾ അത്ര ഇത്തിരി പോകുന്ന ആയിരിക്കത്തില്ല, ഒരല്പം ഗൗരവമുള്ളതായിരിക്കും. എന്നാലും അവർക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു, എന്നോട് ഒരവസരം എനിക്ക് തന്നുകൂടായിരുന്നോ എന്നൊരു നൊമ്പരം ഉള്ളിൽ സൂക്ഷിക്കാത്തത് നമ്മളിൽ ആരുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു എന്തെന്നറിയാമോ? നമ്മുടെ ഈ ഭൂമിയിലെ സങ്കടങ്ങളുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നു, നമ്മുടെ നേരെ കുറ്റം ആരോപിച്ച് വിരൽ ചൂണ്ടുന്നു, നമ്മളോടൊന്ന് ക്ഷമിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ സങ്കടങ്ങളാണ്. അപ്പൊ ഈ സങ്കടങ്ങളൊക്കെ മാറ്റാനുള്ള എളുപ്പ വഴിയുടെ മാജിക്കാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. അതറിയണ്ടേ എന്താന്നുള്ളത്? വളരെ സിമ്പിളാണ്. ഈശോയുടെ കാര്യമല്ലേ? ഈശോ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ലോജിക്കും അതിന്റെ സിംപ്ലിസിറ്റിയും ഭയങ്കരമാണ്. ഈശോ പറയുകയാണ്, ആദ്യത്തെ വാക്യം മാത്രം നമ്മുടെ ഇന്നത്തെ ധ്യാനം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37-42 വരെയുള്ള ഭാഗത്തെ 37-ാം വാക്യം ഇത്രേ ഉള്ളത്: നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. അതായത് മറ്റുള്ളവരെന്നെ വിധിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ എളുപ്പ വഴി, നമ്മളായിട്ട് ആരെയും വിധിക്കാതിരിക്കും. കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു നോക്കിക്കേ, ആരെയും വിധിക്കാതെ ജീവിച്ചു നോക്കിക്കേ. നമ്മുടെ മേലുള്ള വിധിവാക്യങ്ങളുടെ എണ്ണം കുറയുന്നത് നമ്മൾ അറിയും. 2, കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. നമ്മളായിട്ട് ആരെയും കുറ്റം പറയാൻ പോകാതിരിക്കുക, ആരെയും കുറ്റാരോപിതരാക്കാതിരിക്കുക. അങ്ങനെ കുറച്ചു കാലം ഒന്ന് ജീവിച്ചു നോക്കിക്കേ, പതുക്കെ നമ്മൾ വ്യത്യാസം കാണും. നമ്മുടെ മേലുള്ള കുറ്റങ്ങളും മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നത് കാണും. ഒടുവിലത്താണ് പ്രധാനപ്പെട്ടത്: ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ക്ഷമിക്കപ്പെടാൻ? മറ്റുള്ളവരുടെ ക്ഷമയൊന്ന് അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എളുപ്പ വഴി നമുക്കുണ്ടല്ലോ. പൂർവ്വകാലത്ത് നമ്മളെ സങ്കടപ്പെടുത്തിയവരുടെ നീണ്ട നിര നമ്മുടെ ഉള്ളിലില്ലേ? ഈ ക്രിസ്മസ് കാലത്ത് അവരോടൊക്കെ നിരുപാധികം ഒന്ന് ക്ഷമിച്ച്, പൊറുത്ത്, മറന്ന് ഒന്ന് മാറ്റിവെച്ചേ. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളോടും മെല്ലെ ക്ഷമ ഒഴുകിയെത്തുന്നത് നമ്മൾ അറിയാൻ പറ്റും. എന്നിട്ട് ഈശോ ആ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്: കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. കൊടുക്കുവിൻ, നിങ്ങൾ കിട്ടും. എന്ത്? കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. കൊടുക്കുവിൻ, നിങ്ങൾ കിട്ടും. എന്ത് കൊടുക്കുന്നത്? എന്താണോ നീ കൊടുക്കുന്നത്, നീ എന്താണോ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ തിരിച്ചു വരും. നീ ഹേറ്റഡ് ആണ്, വെറുപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ തിരിച്ചു വരാൻ പോകുന്നത് വെറുപ്പ് തന്നെയായിരിക്കും. നീ സ്നേഹമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്നേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും. എങ്ങനെ വരും? അമർത്തി. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി, കുലുക്കി, നിറച്ച്, അളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അതുകൊണ്ട് നമുക്കിനി നല്ലത് കൊടുത്തു തുടങ്ങാം, നല്ലത് പറഞ്ഞു തുടങ്ങാം, നല്ലത് ചെയ്തു തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ അത് അമർത്തി, കുലുക്കി, നിറച്ച് നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവരെ കുറ്റം ആരോപിക്കാതിരിക്കാൻ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ എൻ്റെ മേൽ നീ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.